രാജ്യത്തിന്റെ ഊർജ്ജോപഭോഗത്തിൽ 80% ഇറക്കുമതി എണ്ണയെ ആശ്രയിക്കുന്ന ഇന്ത്യക്കാണ് ഇറാഖ് സംഘർഷം ഏറ്റവും വലിയ പ്രഹരമായി മാറുക. 5 ലക്ഷം ബാരൽ എണ്ണയാണ് ഇറാഖിൽ നിന്ന് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത്. ആഗോള വിപണിയിൽ ലഭ്യത കുറയുന്നതോടെ എണ്ണവില കുതിച്ചുയരുന്നത് ഇന്ത്യയെ കൂടുതൽ തളർത്തും. ഡോളർ കരുത്താർജിച്ചതോടെ ഇന്ത്യൻ രൂപയിലുണ്ടാകുന്ന ഇടിവ് ഗൾഫ് കറൻസികളുടെ മൂല്യം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഈ പ്രവണത തുടർന്നേക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. പ്രവാസികളെ ബാധിക്കുന്ന ഒരു പ്രധാന പ്രശ്നം വരാൻ പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ രൂപയുടെ ഡോളറുമായിട്ടുള്ള വിനിമയ മൂല്യത്തിലുണ്ടാകുന്ന മാറ്റം വരാൻ പോകുന്നത്. വിനിമയ നിരക്ക് ഇപ്പോൾ അതായത് വർദ്ധിക്കുമ്പോൾ ഇപ്പോൾ ഏതാണ്ട് ഒരു കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് 60 താഴെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ വരാൻ പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ 60-61 നിലയിലേക്കാണ് അത് മാറാനായിട്ട് പോകുന്നത്. ഇടക്കാലത്ത് രൂപ കരുത്താർജിച്ചതോടെ റെമിറ്റൻസിന്റെ തോത് ഗണ്യമായി കുറഞ്ഞിരുന്നു. പുതിയ സാഹചര്യത്തിൽ വിദേശ ഇന്ത്യക്കാർ ഇന്ത്യയിലേക്ക് കൂടുതൽ പണം അയക്കാൻ താൽപ്പര്യമെടുക്കും. ഗൾഫ് മേഖലയിലെ സ്വർണ്ണ വിപണിയിലും വില കുറഞ്ഞേക്കും. ഡോളർ മെച്ചപ്പെട്ടതോടെ സ്വർണത്തിൽ നിന്ന് നിക്ഷേപം പിൻവലിക്കപ്പെടുന്ന പ്രവണതയാണ് വിലക്കുറവിന് കാരണമാകുന്നത്. സ്വർണ്ണത്തിൽ നിന്ന് നിക്ഷേപം പിൻവലിക്കുന്നതുകൊണ്ട് സ്വർണ്ണത്തിൻ്റെ വിലയിലുള്ള താഴ്ചയാണ്. അപ്പോൾ ഈ സ്വർണ്ണത്തിൻ്റെ വിലയിലുള്ള താഴ്ച തുടരാനാണ് സാധ്യതയുള്ളത്. അതേസമയം ഇറാഖ് സംഘർഷം പ്രവാസി സമൂഹത്തെ പ്രതികൂലമായി ബാധിക്കില്ലെന്നു തന്നെയാണ് പൊതുവിലയിരുത്തൽ. ഗൾഫ് മേഖലയിൽ തൊഴിലവസരങ്ങൾ കുറയാനും സംഘർഷം കാരണമാകില്ലെന്നാണ് പ്രത്യാശ. MC നാസർ, മീഡിയ 1, ദുബൈ.